സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഖദർ കാണാനില്ല. ഒരു ക്രീം കളർ ഉള്ള വസ്ത്രമാണ് അധികം ഇടുന്നത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇടുന്ന ഷർട്ടിലുള്ള കാര്യം, ഉള്ളിലുള്ള മനസ്സിലാവുന്നുള്ള കാര്യം. ഞാൻ ഉള്ളിലുള്ള മനസ്സിലേക്ക് വരികയാണെങ്കിലേ ഇപ്പോ നിരന്തരമായിട്ട് എഴുതുന്ന പോസ്റ്റുകളിലൊക്കെ തന്നെ കമ്മി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയും ഞാൻ കൊങ്ങി എന്നുള്ള വാക്ക് അഖിൽമാരുടെ എഴുതി കാണുന്നില്ല. ഇപ്പോ കമ്മി എന്ന് എഴുതിയാലും കൊങ്ങി എന്ന് എഴുതിയാലും സംഘി എന്ന് എഴുതിയാലും അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മാതൃകാപരമായിട്ടുള്ള ഒരു രീതിയായി കണക്കാക്കാനാവോ? അല്ല, ഞാനത് പറഞ്ഞത് ഇപ്പം ഈ എഴുത്തച്ഛനുണ്ടാക്കിയ പദം കൂടാതെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലും ഇവിടുത്തുള്ള പുതിയ തലമുറയൊക്കെ സമ്മാനിച്ച ഒരുപാട് പദങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒരുപാട് പ്രചരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പം ഓരോ പദങ്ങളിലൂടെയും എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണല്ലോ. ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന സഖാവിനെ അല്ല ഞാൻ ആക്ഷേപിക്കുന്നത് എന്ന് കൃത്യമായി പറയാം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ പോലെ. അല്ല, ഞാൻ പറയുന്നത് അതൊന്നും ഈ കമ്മി കൊങ്ങി സുഡാപ്പി എന്നൊന്നും ആ ഒരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലല്ലോ. അല്ല അല്ല ഞാനും ആക്ഷേപിക്കാനാണ്. അപ്പൊ വിദ്വേഷം പരപ്പിക്കല. വിദ്വേഷമല്ല, ഞാൻ അവരെ പരിഹസിക്കുകയാണ്. അതായത് വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടല്ലോ. അപ്പം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പിന്നെ ഒരു അലങ്കാരമാണ്. കാരണം പലപ്പോഴായിട്ട് ഇപ്പൊ കാലങ്ങളായിട്ട് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയാത്തതാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. നാളിതുവരെയും കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അവർ നടപ്പിലാക്കിയിട്ടില്ല. അവർ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും ഒരർത്ഥത്തിൽ രാജ്യത്ത് BJP ആഗ്രഹിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ് അവർ ഇപ്പോഴത്തെ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് മൂല്യം പറയാതെ അതേസമയം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കപടത. ഇപ്പം BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് എതിർക്കാം, അനുകൂലിക്കാം. പക്ഷെ അവർ അവരുടെ ആശയവിധ്യാനം ചെയ്യുന്നില്ല. മറ്റേവർ മതേതരത്വം പറഞ്ഞിട്ടാണ് ആശയവിധ്യാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എതിർത്ത് സംസാരിക്കുന്നത്. അതിലേക്ക് വിശദമായി നമുക്ക് പിന്നീട് വരാം. ഞാനിപ്പോ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവിടെ ഇപ്പോ നമ്മുടെ ഒരു ചെമ്പക്കര മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട പള്ളിയിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടു, NDA സ്ഥാനാർത്ഥി ആയതിനു ശേഷം മുസ്ലിം ക്രിസ്ത്യാനി സുഹൃത്തുക്കളൊക്കെ എന്നിൽ നിന്ന് മുസ്ലിംസും അങ്ങനെ അർത്ഥത്തിലല്ല. ഇപ്പം നമ്മളെ ഒരുപാട് സ്നേഹിച്ച അഖിലേട്ടാ നിങ്ങൾ സൂപ്പറാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരു പയ്യൻ നമ്മൾ 2020 ചേർന്നു എന്നതുപോലും തിരിച്ചറിയാതെ അവൻ നേരെ നമ്മളേതോ മുസ്ലിംസിനെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു വർഗീയവാദിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ അവനെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചതിനുള്ള തെറ്റിദ്ധാരണ കൊണ്ടോ അവൻ വന്നിട്ട് നമ്മളെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ അതിനെന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു സ്വതന്ത്ര ആശയത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയോ ഒരു മെമ്പർ പോലും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഒരു രാഷ്ട്രീയം സ്വീകരിച്ചു, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു രാഷ്ട്രീയം സ്വീകരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ചേർന്നത് സാബു ജേക്കബ് നയിക്കുന്ന 2020-ലാണ്. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് NDA-യിലാണ്. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളിൽ ആശയപരമായിട്ട് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുന്നതിന് പകരം നേരെ വന്നിട്ട് അത് 1, 2, 5, 10 പേരല്ല, ഒരു വലിയ വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്ത് നമുക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വാക്കുകൾ കൊണ്ടോ വരികൾ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഇതര മത സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വിഷമകരമാവുന്ന ഒരു പ്രവൃത്തി നാളിതുവരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഒരു കാരണമില്ലെങ്കിൽ അതിന്റെ കാരണം മതമാവുമെന്ന് അർത്ഥമില്ലല്ലോ. മറ്റെന്താണ് സൂക്ഷ്മം നോക്കണം, ടീമിന്റെ ജോലിയല്ലേ? അല്ല മറ്റെന്താണ് അതാണ് എനിക്ക് എന്റെ കാരണം മനസ്സിലാവുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പോഴും മതമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചേർന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനുള്ള അവരുടെ പ്രശ്നം. ഇപ്പൊ രാജ്യത്ത് BJP-ക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു ഇതുണ്ട്, അകൽച്ചയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആകെയുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ ഒപ്പം കൂടെ നിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. കാര്യം ഹിന്ദുക്കളിൽ പല ആൾക്കാരും മാറിപ്പോയി, ക്രിസ്ത്യൻ സമൂഹം വലുതായിട്ട് മാറിപ്പോയി, ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒരുപാട് ഭൂരിപക്ഷം, അതായത് ഇപ്പം ഗോവ ക്രിസ്ത്യൻ സമുദായം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. മേഘാലയ, മണിപ്പൂർ ഇങ്ങനെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് BJP-യാണ് ഭരിക്കുന്നത്. അപ്പം ബാക്കി വരുന്ന ഒരു വിഭാഗത്തെ BJP-യിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിൽ ഈ വിദ്വേഷം BJP-ക്കാരെയും മുസ്ലിംസിന്റെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള വലിയൊരു വിഭാഗം മുസ്ലിം ജനതയ്ക്കും എന്തോ BJP ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു വിഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ. എന്നോ നടന്ന ഒരു കലാപത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ എല്ലാവരെയും ഇനിയും കൊല്ലും. ഈ കഴിഞ്ഞ 13 വർഷം കൊണ്ട് അപ്രമാദിത്വത്തോടെ രാജ്യത്ത് BJP ഭരിക്കുകയാണ്. എൻ്റെ അറിവിൽ ഒരു മുസൽമാന് പോലും ഈ രാജ്യത്ത് നിന്ന് മോദിയുടെ ഭരണം കാരണം ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം രാഷ്ട്രീയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രാദേശികമായിട്ട് ഒരു വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ 130 കോടി ജനതയുടെ ഇടയിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്തൊരു മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ യൂസഫ് അലി സാഹിബിന്റെ വീടോ അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് ആസാദ് മൂപ്പന്റെ വീടോ കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേരളം. ഇനി ഞാൻ നേരെ പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഒരു വീട് 10 പേർ താമസിക്കുന്ന 100 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ഷെഡ്
അത് മാത്രം കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചാൽ കേരളം കാണാത്തവൻ വിചാരിക്കും കേരളത്തിലുള്ളവർ മൊത്തം ഇങ്ങനെയാണെന്ന്. ഇനി അതല്ല, നേരെ തിരിച്ച് യൂസഫ് അലിദാവിന്റെ വീടും ആസാദ് മൂപ്പന്റെ വീടും കാണിച്ചിട്ട് രാജ്യത്തിന് പുറത്തുള്ള ഒരാൾ ഇതാണ് കേരളം എന്ന് പറഞ്ഞിരിക്കും. അതായത് എന്ത് പ്രചരിക്കുന്നു അതാണ് സത്യം. മാധ്യമങ്ങൾ പറയുന്നത് വാർത്തയാണെന്നും ഇത് സത്യമല്ല എന്നും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ല. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് അതായത് നമ്മുടെ കൺമുന്നിൽ പോലും ഒരു മാധ്യമ പ്രവർത്തനം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അതല്ല നടക്കുന്നത്. പക്ഷേ വാർത്ത കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതാണോ നടക്കുന്നത്. അപ്പൊ ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പം 1-2 പേരുടെ സർവേ ചിലപ്പം എവിടെങ്കിലും ചെല്ലും. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ റോഡിലുള്ള CA2-ന്റെ സെക്രട്ടറിമാരുടെ അടുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അടുത്തും പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാണ് ജയിക്കുമെന്ന്. അവർ ഞാൻ ജയിക്കുമെന്ന് പറയൂ. അവരെന്നെ ആക്ഷേപിക്കാനുള്ളത് പരമാവധി ആക്ഷേപിക്കും. തൃക്കാക്കരയിലെ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അല്ല. ജനങ്ങളിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ട് LDF UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പുറമെ അഖിൽമാരെ തെരഞ്ഞെടുക്കണം? അല്ല, സ്വതന്ത്ര സ്ഥാനം ഞാൻ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2020 മുന്നണി NDA. വ്യക്തിപരമായിട്ട് ഞാനും പറയുന്നത് നിങ്ങളെ പറഞ്ഞു പറ്റിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ 2020 ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. കിഴക്കമ്പലത്തായിക്കോട്ടെ, അവർ വികസനം ചെയ്തിട്ടുള്ള 4 പഞ്ചായത്തുകളിലായിക്കോട്ടെ, പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ച് അഴിമതിരഹിതമായ ജനക്ഷേമപരമായ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകി കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് 2020. 2020-ക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ മറ്റുള്ളവർ മത്സരിച്ചെന്നറിയാവോ? ചിഹ്നമില്ലാതെ. കോൺഗ്രസിന് ചിഹ്നമില്ല, CPM-ന് ചിഹ്നമില്ല. 2 പേരും കൂടെ ഒരുമിച്ച് 2020 തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് എന്തിനാ 2020 തോൽപ്പിക്കുന്നത്? നാടിന് നല്ലത് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തല്ലേ. പക്ഷേ ഈ 2020 തോൽപ്പിക്കാൻ കോൺഗ്രസിന് ചിഹ്നമില്ല, CPM-ന് ചിഹ്നമില്ല, SDPIക്ക് ചിഹ്നമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ 2020-ക്കെതിരെ മത്സരിച്ചത്. ഇനി ഇപ്പുറത്ത് നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെക്കാട്ടിയും ഏറ്റവും മനോഹരമായിട്ടും മുന്നോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചെയ്തു പോകുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പം നമുക്ക് എന്തിവിടെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും പറ്റിക്കില്ല, എൻ്റെ പ്രസ്ഥാനം ആരെയും പറ്റിക്കില്ല. അപ്പോൾ അതൊരു കോൺഫിഡൻസ്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചവർ, ഇവിടുത്തെ ജനതയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നവർ, ഇവിടെ കോൺഗ്രസിന്റെ കോട്ടയാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലെ തന്നെ പ്രവർത്തകരെ ശ്രദ്ധിക്കാതെ പോവുക. എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണല്ലോ ആദ്യത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. തൃക്കാക്കരയ്ക്ക് വേണ്ടി അഖിൽമാരാർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 3 പദ്ധതികൾ അല്ലെങ്കിൽ 3 വികസന പരിഹാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഇത് 1-2 പദ്ധതികൾ അല്ലെങ്കിൽ വികസനം ഇത് പറയുന്നതിനേക്കാളല്ല ഉപരി ഓരോ പ്രദേശത്തെയും ജനതയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, തൃക്കാക്കരയിൽ ഞാൻ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നം ഇരുമ്പ് പാലം മാറി അവിടെ വലിയ പാലം വരിക എന്നുള്ളതാണ്. ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും അരി തരാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും കക്കൂസിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്തു തരാം, അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതി തരാം എന്ന് പറയുന്നതിനല്ല അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം ഇന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഉറപ്പില്ലാത്ത വീടുകളാണ്. ആ വീടുകളില്ലാത്ത പ്രദേശത്ത് അത് ചെയ്തു കൊടുക്കുക. മറ്റൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, ശുദ്ധജലം കിട്ടുന്നില്ല. നിലവിൽ ഏറ്റവും പ്രധാനമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നം അല്ല, ഇതെല്ലാം അതാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. ആലുവയിലെ ഗതാഗത കുരുക്കുണ്ടാവാം, അല്ലെങ്കിൽ കോട്ടയത്ത് കുടിവെള്ള പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ തൃക്കാക്കരയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കാൻഡിഡേറ്റ് അറിയണ്ട. തൃക്കാക്കരയില് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വ്യക്തിപരമായിട്ട് ഇവിടെ ലോകത്താരുമെന്ന് വാഗ്ദാനം ചെയ്താലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അതിപ്പോ വാഗ്ദാനം ചെയ്ത് മാറ്റേണ്ടതുമല്ല. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഇൻഫോ പാർക്ക് അങ്ങനല്ല, അത് ഞാൻ അതാ പറയാൻ വന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ നമ്മളെ ഇൻഫോ പാർക്ക് റോഡ് ഭയങ്കര തിരക്കുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ആ സമയത്തെ ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന വലിയൊരു വിഭാഗം ജനത ഒരുമിച്ച് റോഡിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. അതേ തിരക്ക് 10 മണി മുതൽ 4 മണി വരെ ഇല്ല. അപ്പൊ നമ്മൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന രാവിലത്തെ സമയത്ത് ഒരു തിരക്കുണ്ട്, വൈകുന്നേരം ഷാർജയിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വരുന്ന തിരക്കുണ്ട്. ദുബായ് രാജ്യത്തിന് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? മണിക്കൂറുകളോളം ദുബായിലുള്ള ജനത ഈ ബ്ലോക്കിൽ പെട്ടല്ലേ കിടക്കുന്നത്. അതെന്ന് പറയുന്നത് അത് ആ നിമിഷത്തെ സാഹചര്യം സൃഷ്ടിക്കുന്ന തിരക്കാണ്, അതൊരു പൊതു പ്രശ്നമല്ല. ഇപ്പൊ ഇവിടുത്തെ മെട്രോയുടെ പണി നടന്ന സമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് മെട്രോ വന്നു കഴിഞ്ഞാൽ അത് മാറും, അത് സ്വാഭാവികമായിട്ടും മാറും. അപ്പൊ ഇതുപോലെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ആ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത്.